കാറ്റ് വന്നു കള്ളനെ പോലെ ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വിനയന്റെ വീട് ഏതാ? വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ നിങ്ങൾ ആരാ? വിനയന്റെ അനിയനാ. അയ്യോ, വിനയൻ സാറിന്റെ വീട് ഇവിടെ ഇല്ല. പിന്നെ ഇവിടുന്ന് പടിഞ്ഞാറോട്ടൊരു 15 മൈല് പോണം. അവിടുന്ന് തെക്കോട്ട് ഒരു 8-8.5 മൈലും കൂടെ പോണം. പിന്നെ ഒരു പള്ളിയാണ്, പഴകുറ്റിപ്പള്ളി, അതിന്റെ തൊട്ടടുത്താ. ഇവിടെ അടുത്താണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു പള്ളിയുണ്ട്, അത് പഴയ പള്ളി. ഇവിടെ അല്ല, ഇത് പഴകുറ്റിപ്പള്ളി, അവിടെ. വെരി കൈൻഡ് ഓഫ് യു. ഗ്രാമസേവക, ഗ്രാമസേവക. നീ എന്താണ് ഈ നേരത്തെ ഇവിടെ? ചേട്ടനെ കാണാൻ. എന്നെ കാണാൻ? എന്താടാ ബാബു, വീട്ടിലെന്നെ വിശേഷിച്ച്? ഒന്നുമില്ലെന്നേ. ഒന്നുമില്ല. നീ രാത്രിയില് എന്താ? എനിക്ക് എന്റെ ചേട്ടനെ കാണാൻ വന്നൂടെ? പിന്നെ പകല് തന്നെ ഞാനിവിടെ എത്തേണ്ടതാ. നല്ലവനായ നാട്ടുകാരോട് വഴി ചോദിച്ചതുകൊണ്ട് അയാൾ പറഞ്ഞ വഴി മുഴുവൻ കറങ്ങേണ്ടി വന്നു. ഓ, ഭയങ്കര ക്ഷീണം. നീ വല്ലതും കഴിച്ചോ? എന്ത് കഴിക്കാനാ? എന്നാ വാ, വല്ലതും കഴിച്ചു ചേട്ടൻ പറഞ്ഞു. ഹലോ, ഏയ് ഒന്നിങ്ങോട്ട് വന്നേ. എന്നെയാണോ? ആ, ഒന്ന് വരൂ. ഈ നാട്ടുകാരനല്ലേ? അതെ. എന്റെ പേര് ബാബു, വീട് എറണാകുളത്താ. ഈ നാട്ടിൻ പുറമൊക്കെ ഒന്ന് ചുറ്റി കാണണമെന്നുണ്ട്. ഒന്ന് സഹായിക്കോ? അതിപ്പോ ഞാൻ എങ്ങനെ സഹായിക്കാനാ? ഇവിടുത്തെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നാ മതി. ഫോർ എക്സാമ്പിൾ അമ്പലങ്ങൾ, പുഴ, വയലുകൾ. അല്ല, അതിനെന്താ വേണ്ടെന്ന് വെച്ച് തരാം. ഇതിനു മുമ്പ് നമ്മൾ തമ്മിൽ എവിടെയോ വെച്ച് കണ്ടതുപോലൊരു തോന്നൽ. ഇല്ലല്ലോ, ഞാൻ ഇന്നലെ ഈ നാട്ടിൽ വന്നത് തന്നെ. എന്റെ ചേട്ടൻ ഇവിടെ ജോലി. വരുമ്പോൾ ഒരു റാസ്കലിനോട് എന്റെ ചേട്ടന്റെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചു. അയാൾ വഴി ആകെ തെറ്റിച്ച് പറഞ്ഞു 10-20 മൈൽ എന്നെ കറക്കി. അയ്യോ, ആരാ വഴി തെറ്റിച്ചേ? ആരാണെന്നറിയില്ല. പരിചയമില്ലാത്ത ആളായതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചുമില്ല. ചേ, ആരായാലും അങ്ങനെ ചെയ്ത മോശമായി. സാറ് വരണം, ഈ നാട്ടിലെ സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത്രയൊക്കെ ആയിട്ടും സാറിന്റെ പേര് ചോദിച്ചില്ലല്ലോ. ആ, പേരെന്താ? വാസുണ്ണി. ആ, വാസുണ്ണി കയറിക്കോളൂ. എന്താ മടങ്ങിയിരിക്കും? നേരെ പോട്ടെ. ശിവൻപിള്ളേ, ഇന്ന് എന്നെ പ്രതീക്ഷിക്കണ്ട. എന്താ സാർ ഇവിടെ നിർത്തിയത്? ഇറങ്ങൂ, പറയാം. ഇതേത് സ്ഥലമാ സാർ? നമ്മൾ പുറപ്പെട്ടെടുത്ത് നിന്ന് കൃത്യം 30 മൈലിൽ പോകുന്നു. ഇവിടുന്ന് 30 മൈൽ പടിഞ്ഞാറോട്ട് പോയാൽ ഒരു പള്ളി കാണും, പഴകുറ്റിപ്പള്ളി. അവിടെ ചെന്ന് ആരോട് ചോദിച്ചാലും തന്നെ വീട് കാണിച്ചു തരും. മനുഷ്യനെ വഴിതെറ്റിക്കാൻ നടക്കുന്നു റാസ്കൽ. ഒരാവശ്യമില്ലാത്ത പണിയായിപ്പോയി. ഈ തേവാങ്ക് നടക്കുന്ന ആരാന്ന് മനസ്സിലായോ? ഇല്ല. പട്ടണത്തിൽ നിന്നാ, വലിയ ഉദ്യോഗസ്ഥനാ. രാധയ്ക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്ന. അവിടെ കഴുത്തിലൊരു മിന്നു കെട്ടാൻ എനിക്കോ യോഗമില്ല. എന്നാ എന്റെ കൂട്ടുകാരനെങ്കിലും അതായിക്കോട്ടെ. അമ്മാവന്റെ ആ പഴുത്ത ഗ്രാമസേവനേക്കാൾ ഭേദമാ. കണ്ടോ, പാന്റ്, ബെൽറ്റ്, ഷർട്ട്, ടൈ, സിഗരറ്റ്, കൂളിംഗ് ഗ്ലാസ്, തൊപ്പി. എന്താ പോരെ? ആരുടെ കാണാ? ആ, എന്റെ തന്നെയാ. അയ്യോ, കുളമ്പ് രോഗം കൊണ്ട് സൂക്ഷിക്കണം. നിർത്ത്. അതിരിക്കട്ടെ, തീറ്റ എന്താ കൊടുക്കുന്നത്? പുല്ലു, അരിക്കാടി. അതുപോരാ, തേങ്ങാ പിണ്ണാക്കും, എള്ളും പിണ്ണാക്കും, ഓയിലും. ഓക്കെ ആക്കാൻ കഴിയണ കാര്യം. എങ്ങനുണ്ട് അമ്മാവ എന്റെ കൊച്ചുകൂട്ടൻ? ആള് കൊള്ളാം.
അയ്യോ ഇതിന്റെ നാവ് തേഞ്ഞ് പോയി മാറ്റണം. ഓ നിന്റെ നാവാ മാറ്റേണ്ടത് വീടാ. അതിരിക്കട്ടെ, എത്ര കണ്ണുണ്ട്? മൊത്തം 4 കണ്ണ്. ആ അപ്പൊ 4 കൂടി പൂട്ടാനൊക്കെ നല്ല കാശാണല്ലോ. കൂടെ ഒന്നിനെയും കൂടി കൂട്ടിയാൽ കൂടുതൽ കാശ് കിട്ടും. ആ അത് ശരിയാ. എടോ ഏത് വഴിക്കാ വന്നത്? വടക്ക് വഴി. ആ വഴിക്കാ നടന്നു. എടാ വാസുണ്ണി, മേലാൽ ഇത്തരം അനാവശ്യം കാണിച്ചാൽ അന്നറിയും ഈ രാരിച്ചൻ നായർ ആരാണ്. മനസ്സിലായോ? ബാ, 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 ബാ. പിന്നെ കല്യാണം നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല, കണ്ണ് 4 ഉണ്ടല്ലോ. എന്റെ കൂടെ പൂട്ടാൻ നിർത്തിയാ മതി. ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? രാധയ്ക്ക് ഇതുവരെ 26 കല്യാണാലോചന വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നീ ചോദിച്ച അതേ ചോദ്യമല്ലേ ഇപ്പോഴും ചോദിക്കുന്നത്? ഞാൻ ആരാ? വാസുണ്ണി. അല്ല, അമ്മാവന്റെ ആരാ? അനന്തരവൻ. ആണേ, ഞാനിവിടെ വരുമ്പോ എനിക്ക് വയസ്സ് എത്രയായിരുന്നു? 26 തവണ ഞാൻ പറഞ്ഞതല്ലേ 12. അന്ന് എന്റെ അമ്മ അമ്മാവന്റെ മുമ്പിൽ കിടന്ന് മരിക്കുമ്പോ അമ്മാവൻ കൊടുത്ത വാക്കെന്തുവാ? അന്ന് അത് അബദ്ധത്തിൽ പറഞ്ഞു പോയതല്ലേ എന്റെ വാസുണ്ണി. രാധയെ നിനക്ക് കല്യാണം കഴിച്ചു കൊടുക്കാമെന്ന് 12 വയസ്സ് മുതൽ നീ ഇതേ ശരണമെന്ന് പറഞ്ഞ് നടക്കുമെന്ന് ഞാൻ കരുതിയോ? മരിക്കാൻ നേരത്ത് ഒരാൾക്ക് കൊടുത്ത വാക്ക് പാലിക്കണ്ടേ അമ്മാവാ? എടാ വാസുണ്ണി, എന്റെ സഹോദരി, നിന്റെ അമ്മ മനസമാധാനത്തോടുകൂടി മരിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അന്ന് ഒരു ഭംഗി വാക്ക് പറഞ്ഞു. എന്നാൽ എന്റെ അമ്മയ്ക്ക് മനസമാധാനം കിട്ടിയിട്ടില്ല. അത് നിനക്ക് എങ്ങനെ അറിയാം? എന്റെ അമ്മയുടെ ആത്മാവ് കരഞ്ഞുകൊണ്ട് ഇവിടെ എല്ലാം ചുറ്റി കറങ്ങുന്നുണ്ട്. ആ അവളെ കാണുമ്പോ ഞാൻ പറഞ്ഞോളാം, നീ സമാധാനമായിട്ടിരിക്കും. ഇന്നലെ രാത്രിയിലും സ്വപ്നത്തിൽ വന്ന് എന്റെ അമ്മ എന്നോട് ചോദിച്ചു, എന്താ മോനെ നിനക്കൊരു വിഷമം? എടാ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ പട്ടവും പറപ്പിച്ച് നടക്കുന്ന നിന്നെ വിശ്വസിച്ച് ഞാൻ എങ്ങനെയാടാ രാധയെ പറഞ്ഞേക്കുക? ഇപ്പൊ ഞാൻ അങ്ങനെ നടക്കുന്നത് ശരി തന്നെ, പക്ഷെ രാധയെ കെട്ടിയ ലാസ്റ്റ് സെക്കൻഡിൽ അമ്മാവനേക്ക് ഓഹരി തരണ്ടേ? എന്നിട്ട് അതിൽ കെങ്കേയമായി കൃഷി ഇറക്കി ഞാൻ അവളെ പൊന്നുപോലെ നോക്കുമാ. വാസുണ്ണി, നീ എന്നെ ഇങ്ങനെ ഞെക്കി പിരിയരുത്. ഓരോ കല്യാണക്കാര് വരുമ്പോഴും അപ്പ നീ എന്നെ വിളിക്കും. അത് കാണുമ്പോഴേ എന്റെ തല എങ്ങനെ കറങ്ങും. അവൾക്കാണെങ്കിൽ നിന്നെന്നല്ല അന്വേഷിച്ചു വരുന്ന ഒരുത്തനെയും പിടിക്കൂല. പട്ടണത്തിൽ നിന്ന് വേണം പോലും, പട്ടണത്തിൽ നിന്ന്. എന്താണാവോ പട്ടണത്തിൽ ഇത്ര തുള്ളാൻ? അപ്പോ വീട് പിടിച്ചു അല്ലേ? അതെ, അത് കൃഷ്ണൻകുട്ടി നായരെ കണ്ട് രാരിച്ചൻ നായരൊന്ന് ഏർപ്പാടായി കൊടുത്തു. താൻ ഒരു പൊതുപ്രവർത്തകനല്ലേ ശങ്കരൻ നായരെ? എന്നെക്കാണ് എളുപ്പം തനിക്കല്ലേ? ഞാൻ പറഞ്ഞ ആള് കേൾക്കില്ല. അല്ല, കുറ്റം എന്റെ ആണെന്ന് തന്നെ വെച്ചോളൂ. എന്ത് പറ്റി? ഇവിടെ കനാല് പണിക്ക് വേണ്ടി വന്ന 5-6 പേർക്ക് 1 മാസത്തേക്ക് താമസിക്കാനായിട്ട് മനക്കിലെ വീട് ഞാനൊന്ന് ഏർപ്പാട് ചെയ്ത് കൊടുത്തു. ജോലി കഴിഞ്ഞാൽ പണ്ടാരങ്ങൾ പോകണ്ടേ? കുടിയടപ്പാവകാശം വേണമെന്ന് പറഞ്ഞ് സമരമായി ബഹളമായി അതിന്റെ കൂടെ കൂടാൻ കുറെ നാട്ടുകാർ. അവസാനം എന്തു പറ്റി? വീട് അവരുടെ പേരിൽ എഴുതി കൊടുക്കേണ്ടി വന്നു. ശേഷം പേർക്ക് മനക്കിലെ പള്ളി ചവിട്ടാനും വേണം. ഇതാണ് നമ്മുടെ നാടിന്റെ ശാപം. ഗാന്ധിജി വിഭാവനം ചെയ്ത ഇന്ത്യ ഇനിയും എത്രയോ ദൂരെയാണ്. ഓ, വരുന്നുണ്ട് ദുഷ്ടഗുണം. ഇതല്ല, വില്ലേജ് ഓഫീസറ എന്നെ കാണാൻ വന്നതാ. ആഹാ, എവിടെയാ നാട്? എറണാകുളം. എറണാകുളത്ത് എന്ന് വെച്ചാൽ ടൗണിൽ തന്നെ. വലിയൊരു കുടുംബത്തിൽ പറഞ്ഞ പയ്യനാ. ഈ നാട്ടിൻ പ്രദേശത്ത് ഇങ്ങനെ ജോലിക്ക് വരേണ്ട ഒരാവശ്യമില്ല. പിന്നെ ഒരു തമാശയായിട്ട് ഇങ്ങനെ വന്നേ ഉള്ളൂ. അങ്ങനല്ല, ജീവിതത്തിൽ കുറച്ച് പ്രിൻസിപ്പിൾസ്, കുറച്ച് ആദർശങ്ങളൊക്കെ ഉള്ള ആളാ ഞാൻ. എനിക്ക് എന്റേതായിട്ടുള്ള ചില ഇഷ്ടങ്ങളുണ്ട്. ഏതായാലും വീട് ഇഷ്ടമായല്ലോ. കൃഷ്ണൻകുട്ടി ആരെ കണ്ട് ഞാൻ ഏർപ്പാടാക്കി തരാം. പക്ഷെ സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. എങ്ങനെയാവോ വേണ്ടത്? മുറ്റത്തെ പുല്ലൊക്കെ ചെത്തിക്കളഞ്ഞ് ചുവരൊക്കെ വെള്ളയടിച്ച് 4 ചുറ്റും ചെടിച്ചട്ടികളൊക്കെ വെച്ച് ഭംഗിയുള്ള ഒരു കൊച്ചു വീടാക്കണം. എങ്ങനെ? സാറിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട രൂപത്തിലായോ? ആ, ഒരുവിധം. വസണി, സാധിച്ച ഒരു കിളിക്കൂട് സംഘടിപ്പിച്ച തരക്കേടില്ലായിരുന്നു. കിളിക്കൂടോ? അതെന്തിനാ? ഈ ജനലിനരികിൽ കെട്ടിത്തൂക്കിയിട്ടാൽ രാത്രി അതിൽ കിളികൾ വന്നിരിക്കും. പുലർച്ചയ്ക്ക് അവയുടെ ശബ്ദം കേട്ട് എനിക്ക് കൊണ്ടുവരാം. അതിനൊരു ടൈം പീസ് വാങ്ങിച്ചാ പോരെ? അലാറം വെച്ചാ മതിയല്ലോ. ഏയ്, അതല്ല. അപ്പോ ഈ ആഹാരത്തിന്റെ കാര്യത്തിൽ എന്താ കണ്ടിരിക്കണേ? എന്റെ വീട്ടിൽ നിന്ന് കൊടുത്തേക്കാം. അയ്യോ വേണ്ട മാവാ, അമ്മായി വെക്കുന്നൊന്നും സാറിന് ഇഷ്ടപ്പെടില്ല. ചേട്ടന്റെ വീട്ടിൽ നിന്നാകാമല്ലോ. ഒരു വിരോധമില്ല, പക്ഷേ അയ്യോ, അതൊന്നും വേണ്ട. ആഹാരം സ്വയം പാകം ചെയ്ത് കഴിക്കുന്ന എനിക്കിഷ്ടം. വീട്ടിലാവുമ്പം അതൊന്നും നടക്കില്ലായിരുന്നു. ഇവിടെ ആവുമ്പം നമ്മുടെ ഇഷ്ടം പോലെ ആകാമല്ലോ. പിന്നെ രാവിലെയും വൈകിട്ടും കുറച്ച് പാല് കിട്ടിയാൽ മതി. ആട്ടും പാലാണെങ്കിൽ കൂടുതൽ സൗകര്യം. ആട്ടും പാൽ ഇപ്പൊ എവിടെ നിന്ന് കിട്ടാനാ? പശുവും പാലാണെങ്കിൽ എന്റെ വീട്ടിലുണ്ട്. 2 നേരവും കുട്ടികളുടെ കയ്യിൽ ഞാൻ കൊടുത്തേ. സാറിന് ആട്ടും പാലാണ് ആവശ്യം. അത് സാർ ഇടുന്നെങ്കിലും
അല്ല പശുവും പാല് മതി, കിട്ടാൻ എളുപ്പം അതാണല്ലോ. അതാ നല്ലത്. അപ്പോ ആ കാര്യം രാരിച്ചെന്നാർ ഏറ്റു ഇല്ലേ? ഏറ്റു. ഇനിയിപ്പോ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതായിട്ടുണ്ടോ? ഇത് തന്നെ വലിയ ഉപകാരം. മനസ്സിലുണ്ടെങ്കിൽ ജോലി, മനസ്സിലുണ്ടെങ്കിൽ ഗ്രാമം, നല്ലവരായ ആൾക്കാർ. ഇതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട. മാറിയില്ല. അമ്മായി, ഈ അമ്മാവൻ എന്താ ഇങ്ങനെ ആയിപ്പോയെ? എന്റെ കുഞ്ഞെ ഒന്നും കഴിക്കത്തില്ല. ഉച്ചയ്ക്കും രാത്രിയും ദേ ഇത്രച്ചൻ ചോറാ ഉണ്ണുന്നത്. പിന്നെ എങ്ങനെ മെലിയാതിരിക്കും? മെലിഞ്ഞ കാര്യമല്ല ചോദിച്ചത്, അമ്മാവന്റെ ബുദ്ധിക്ക് എന്ത് പറ്റി? വയസ്സായി തുടങ്ങിയില്ലേ, ഇനി ബുദ്ധിക്ക് എന്തായാലും എന്താ? അല്ലമ്മായി, കല്യാണം കഴിയാത്ത ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് രണ്ടുപേരും പാൽ കൊടുത്ത് അയക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് എന്താടാ തെറ്റ്? നീ ഒരു ചെറുപ്പക്കാരനല്ലേ, നീ പാല് കുടിക്കാറില്ലേ? ഈ അമ്മായിക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ആ വില്ലേജ് ഓഫീസറുടെ വീട്ടിലേക്ക് രണ്ടുപേരും പാൽ കൊടുത്ത് അയക്കാമെന്ന് അമ്മാവൻ ഏറ്റിരിക്കുന്നു. നന്നായി. പിണ്ണാക്ക് മേടിക്കാനുള്ള കാശ് എന്റെ കിട്ടുമല്ലോ. ദൈവമേ. ഏ? അല്ല, വല്ലവരുടെ വീട്ടിലും പാൽ കൊടുത്തിട്ടുണ്ടോ നമ്മുടെ കുടുംബം കഴിയാൻ? എന്നാൽ അയാളോട് ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കാൻ പറയാം. ഇങ്ങോട്ടോ? അതേതായാലും വേണ്ട. അമ്മായിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ പിള്ളേരെ കൂടെ തയ്ച്ചാൽ മതി. ശരി. അതും അല്ലെങ്കിൽ അമ്മാവന്റെ കൂടെ തയ്ച്ചാലും മതി. ഓ എന്നാലും രാധ അങ്ങോട്ട് അയക്കരുത്. ഇല്ല. വാസുനേട്ടൻ ഇവിടെ ഈ നേരത്ത് വരുമെന്ന് വിചാരിച്ചില്ലല്ലേ? ഇല്ല. ഇന്നലെ ഇവിടെ വരാൻ പറ്റില്ല. സാരമില്ല. രാധേ, എന്തിനാ? ഞാൻ നിനക്ക് അലുവ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എവിടെ? വാ. ആരും കാണണ്ട. വാസനേട്ടാ, നാളെയും കൊണ്ടുവരുവോ? ആരാത്? പട്ടി. അല്ല, ചേട്ടൻ എന്താ കസേര പിടിച്ചിട്ട് വഴി മുടക്കിയിരിക്കുന്നേ? പട്ടിയും പൂച്ച നാത്തേക്ക് കയറാതിരിക്കാനാ. ഞാനൊരു സഹായം ചോദിക്കാനാ വന്നെ. സഹായം ചോദിക്കൽ പകലായാ പോരെ? വളരെ അർജന്റാണ് ചേട്ടാ. വളരെ നീണ്ട കാര്യമാണെങ്കിൽ നമുക്ക് നാളെ കാലത്തെ സംസാരിക്കാം. ചുരുക്കി പറയാം. എന്റെ അമ്മ മരിക്കുന്ന കാലത്ത് എനിക്ക് 12 വയസ്സായിരുന്നു. അന്ന് മരിക്കാൻ കിടക്കുന്ന നിന്റെ അമ്മയോട് രാരിച്ചെന്നാര് സത്യം ചെയ്ത് പറഞ്ഞതാ രാധയെ നിനക്ക് കല്യാണം കഴിച്ചു തരാം. ഇത് ഈ നാട്ടിൽ നീ എല്ലാവരോടും പാടിക്കൊണ്ട് കിടക്കുന്ന പാട്ടല്ലേ വാസുണ്ണി? എത്ര പാടിയിട്ടും ഒരു പ്രയോജനവും ഇല്ല ചേട്ടാ. ഓടിയാത് വാതിലടച്ചിട്ട് പോവും. പൊക്കോളൂ. രാരിച്ചൻ അമ്മാവനോട് ചേട്ടൻ ഒന്ന് പറയണം. സംസാരിക്കാം. ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ആകെ പ്രശ്നം. നമുക്ക് നാളെ കാലത്ത് സംസാരിക്കാം. പൊക്കോളൂ. തള്ളല്ലേ, വെക്കോളാം. ടോർച്ച് ടോർച്ച് ടോർച്ച്. ചേട്ടൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ പാവം മനുഷ്യ സ്ത്രീയെ പൂട്ടിയിടും. വയസ്സ് കാലത്തൊരു ചെറുപ്പക്കാരിയെ കല്യാണം കഴിച്ച് ബാക്കിയുള്ള ആണുങ്ങൾക്ക് ഈ പറമ്പ് കാലി കുത്തിക്കൂടുന്നു.